നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കുന്ന ജില്ല കണ്ണൂരാണ് എന്ന് പറയാറുണ്ട്. ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്ത് പണിയെടുപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ട് കണ്ടംപററി സ്റ്റൈലിൽ പണിത 4 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് മൈ ബെറ്റർ ഹോമിലൂടെ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കാർ പോർച്ചിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 2 കാറുകൾക്ക് നിർത്താനുള്ള സ്ഥല സൗകര്യത്തിലാണ് കാർ പോർച്ച് പണിതിരിക്കുന്നത്. സത്യത്തിൽ വീടിനോട് ചേർന്ന് ട്രസ് വർക്ക് ചെയ്തതിന് ശേഷം അതിൽ സിമൻറ്റ് ബോർഡ് അടിച്ച് അതിൽ ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കാർ പോർച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. വീട് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു ബോക്സ് ഷേപ്പ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മുറ്റത്തിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള നാച്ചുറൽ സ്റ്റോൺ അവൈലബിൾ ആണെങ്കിലും അതിലേറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കല്ലെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വിരിച്ചിരിക്കുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ സിറ്റ് ഔട്ടിനകത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾ നോർമൽ ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ലെപ്പോത്ര സീരീസിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു എൽ ഷേപ്പിൽ വരുന്ന സിറ്റ് ഔട്ടാണ്. ഈ ഭാഗത്ത് കയറിയിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് കൂടെ സീറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മാർബിൾ ആട്ടോ. ഇന്ത്യൻ മാർബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ചെയറുകൾ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെയറുകളാണ്. വിൻഡോയുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള വിൻഡോ ഡിസൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അധിക വീട്ടിലും പ്ലെയിൻ ഷേപ്പിലാണ് വിൻഡോയ്ക്ക് ഡിസൈൻ നൽകുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് വർക്കുകളോ അല്ലെങ്കിൽ ഒത്തിരി ലേബർ കോസ്റ്റോ വരാത്ത രീതിയിൽ തേക്കിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റീൽ ബീഡിങ്ങുകൾ കൊടുത്തിട്ട് മനോഹരമാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോർ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് എലമെൻറ്റുകൾ നിറച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കളർ തീമും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്ക്സുകളുമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വീടിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ആരാണ് എന്ന് പരിചയപ്പെടുത്തി തരാം. ആലം ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അവർ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. മഞ്ചേരിയാണ് ഓഫീസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. 2 സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സോഫയാണ് നൽകിയിരിക്കുന്നത്. നല്ല കളർ തീമാണ് സോഫകൾക്ക് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കർട്ടൻ നൽകിയിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഔട്ട് കർട്ടനും അതോടൊപ്പം ഷിയർ കർട്ടനും യൂസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലെയർ ആയിട്ടാണ് കർട്ടൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സീലിംഗിലേക്ക് വരുന്ന സമയത്ത് വുഡൻ പ്ലസ് ജിപ്സം സീലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ആറ്റംബർഗിൻ്റെ BLDC ഫാന് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ഒരു ടെക്സ്ചർ ഫിനിഷിൽ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്ക ലാമിനേറ്റിൽ ഗ്രൂസ് കൊടുത്തിട്ടാണ് ഈ ഒരു വാള് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കാണാം. നേരെ നമ്മുടെ ഈ പാസേജ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ പാസേജിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ഈ വീട്ടിലെ അപ്സ്റ്റെയറിലേക്ക് വരുന്ന സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിലൊക്കെ വരുന്ന സ്റ്റെയർ കേസാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്താണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് 8 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറാമിക് കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ചെയേഴ്സിനോടും കൗണ്ടർ ടോപ്പിനോടും ഒക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആയിട്ട്
നൽകിയിരിക്കുന്നത്. സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ നൽകിയിരിക്കുന്നു, അതിൽ LED പാനൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കർട്ടൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേർട്ടന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ട്രാക്കുള്ള കേർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ട്രാക്കിൽ ഇതേപോലെ ബ്ലാക്ക് ഔട്ട് കേർട്ടൻ നൽകിയിരിക്കുന്നു. തൊട്ട് ബാക്കിൽ വേറൊരു ട്രാക്ക് നൽകിയിട്ട് അതിൽ ഷിയർ കർട്ടൻ നൽകിയിരിക്കുന്നു. ഈ ട്രാക്കുകളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ഇതിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസും സ്റ്റെയർ കേസും വരുന്ന ഭാഗത്തൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡൻ പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രിൽ പാറ്റേൺ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്ത സമയത്ത് നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. എന്താണ്? പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാം കളർ ടോണിൽ വരുന്നൊരു പ്രൊഫൈൽ ലൈറ്റ് നൽകുമ്പോൾ ആ ഒരു ഏരിയ തന്നെ മൊത്തത്തിൽ ഹൈലൈറ്റ് ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഡൈനിങ് ടേബിൾ സെറ്റിൻ്റെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. വാഷ് ബേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. സിമൻറ്റ് ടെക്സ്ചർ നൽകിയിട്ട് അതിൽ പെയിൻറ് ചെയ്തിരിക്കുന്നു. 2 ഭാഗത്തും GI ഗ്രില്ലുകൾ നൽകിയിട്ടുണ്ട്. ഒരു ബോർഡർ പോലെയാണ് അത് ഡിസൈൻ എലമെൻ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. മിററിനോട് ചേർന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. സെറയുടെ വാഷ് ബേസിനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൻ്റെ വാനിറ്റി കൗണ്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് വാനിറ്റി കൗണ്ടറിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗം ഒരു കോർട്ട്യാർഡ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. കോർട്ട്യാർഡ് സ്പേസിൽ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിൽ റൂഫിൽ ഗ്ലാസ് നൽകിയിട്ട് നല്ലൊരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വീടിനകത്തുള്ള ചൂട് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഡബിൾ ഹൈറ്റ് ഏരിയകൾ നല്ല രീതിയിൽ സഹായിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ടാണ് ആർക്കിടെക്റ്റുകൾ അവരുടെ പ്രൊജക്റ്റിൽ ഡബിൾ ഹൈറ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീടിനകത്തുള്ള മൊത്തത്തിലുള്ള ചൂട് വളരെയധികം കുറവായിരിക്കും. ചൂടുവായി എപ്പോഴും മുകളിലേക്കല്ലേ പോവുക. അതാണ് അതിൻ്റെ പുറകിലുള്ള തത്വം എന്ന് പറയുന്നത്. ബെഡ്റൂമുകളുടെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ഭാഗത്താണ് ഗസ്റ്റ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് കടന്നു പോകുന്ന ഭാഗത്ത് വാളിൽ ഇതേപോലെ ഒരു കാലിഗ്രഫി മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡ്റൂം ഡോറിൻ്റെ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിൽ നൽകിയിരിക്കുന്ന തരത്തിൽ സെയിം സ്റ്റീൽ ബീഡിങ്ങുകളാണ് ഡോറിൽ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് പറഞ്ഞു തുടങ്ങാം. ബെഡ്റൂം സൈസ് നമ്മൾ പറയുന്ന സമയത്ത് 350 ഇവിടെ വീതി വരുന്നത്, 390 ഇവിടെ നീളം വരുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ബോർഡ് ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ട് നൽകിയിരിക്കുന്നു. ബാക്ക് വാളിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ പാനലുകൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വെയിൻസ്കോട്ട് പ്രൊഫൈലുകൾ എന്നാണ് ഇത്തരത്തിലുള്ള പാനലുകളെ വിളിക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് കളറിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു മെറ്റൽ ആർട്ട് ഈ ഒരു വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വുഡൻ ഗ്രൂസ് നൽകിയിരിക്കുന്നു. അത് നേരെ കണ്ടിന്യൂസ് ആയിട്ട് സീലിംഗിലേക്ക് കൂടെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലുള്ള എല്ലാ കർട്ടൻസും ഇതേപോലെയുള്ള ഫാബ്രിക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ട്രാക്കുകൾ വരുന്നതുകൊണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. CCTVയുടെ ഔട്ട് വരുന്നത് ഈ TV യൂണിറ്റിനകത്താണ്. നമുക്ക് CCTVയിനകത്ത് വീടിന് പുറത്ത് ആരാണ് വന്നിരിക്കുന്നത് എന്ന് കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ബെഡ്റൂമിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഈ ഭാഗത്ത് വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരുന്ന പാസേജും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. പ്ലൈവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഇതിന് ഡോറ് നൽകിയിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറുകളാണ്. അതാകുന്ന സമയത്ത് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്തൊരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിറർ അതിൽ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ഡോറ് നൽകിയിരിക്കുന്നത് UPVC ഡോറാണ്. സിയോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ UPVC ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. രണ്ടും ഒരു മീഡിയം സൈസ് വലുപ്പം വരുന്ന ബെഡ്റൂമുകളാണ്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗത്ത് പാസേജ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ആ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 350 360 സൈസിലാണ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗം 360 വരുന്നു, വീതി 350 വരുന്നു. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ് ബോർഡ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പ്ലൈവുഡിൻ്റെ മുകളിൽ ലാമിനേറ്റ് ഒട്ടിച്ച് ഗ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ചാർക്കോൾ പാനലുകൾ സെയിം രീതിയിൽ അവൈലബിൾ ആണ്. അതിലേതാണോ നമുക്ക് കുറേ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് വെയിൻസ്കൗട്ടിൻ്റെ പാനലുകൾ ചെയ്തിട്ടാണ് ഈ ഒരു വർക്കുകൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കട്ടിലേക്ക് വരുന്ന സമയത്ത് കിങ് സൈസ് കോട്ടാണ് നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. കുഷൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തൊരു സൈഡ് ടേബിൾ കൂടെ നൽകിയിട്ടുണ്ട്. മെറ്റൽ ആർട്ട് വാളിൽ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം സീലിംഗ് ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ നൽകിയിരിക്കുന്നു. 4 ഡോർ വരുന്ന വാർഡ്രോബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ കളർ കോമ്പിനേഷനും ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷനും ഒരു യൂണിഫോമിറ്റി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കേർട്ടൻ നൽകിയിരിക്കുന്നു. കേർട്ടൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് കേർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. UPVC ഡോറ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്നാണ് ഇവിടുത്തെ കിച്ചൺ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഫോർമൽ കിച്ചണും വർക്ക് ഏരിയയും വരുന്നൊരു വീടാണിത്. പക്ഷേ ഫോർമൽ കിച്ചൺ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ സൈസ് കുറഞ്ഞിട്ട് ചെറിയൊരു സൈസിൽ പണിതിരിക്കുന്നു. വീതിയൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു കബോർഡ് ചെയ്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് ഇതേപോലെ ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് താഴോട്ട് കൂടെ ഒട്ടിച്ച് നൽകിയിട്ടുണ്ട്. മൾട്ടി വുഡാണ് കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനൊരു വുഡൻ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫുള്ള് സ്റ്റോറേജ് സിസ്റ്റം ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകൾ നോക്കി നോക്കുക. ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു റസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. നല്ല വൃത്തിയുണ്ട് ഒട്ടിച്ചതിന് ശേഷം. ടൈല് കട്ട് ചെയ്തിട്ട് അപ്പോക്സി ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ലൈനുകൾ കൊടുത്തിരിക്കുന്നു. ആ ഒരു ലൈന് ത്രൂ ഔട്ട് ഈ ഭാഗത്ത് മൊത്തമായിട്ട് നൽകിയിട്ടുണ്ട്. കിച്ചണിൽ ഇവിടെയാണ് റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. അതിന് മുമ്പ് ഈ ഒരു കിച്ചണിൽ സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീടുകളിൽ അധികവും സ്റ്റോർ റൂം നൽകാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോർ റൂം നൽകാനാണ് ഞാൻ പറയുക. നമ്മുടെ കിച്ചണിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഈ കണ്ണൂർ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം സ്പേസ്, ഒരു ടോയ്ലറ്റ് സ്പേസ് അവർ നൽകും. മറ്റു ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ അത് സങ്കല്പിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വരുമ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സംവിധാനം കാണും. ഇത് ആക്ച്വലി ടോയ്ലറ്റിൻ്റെ ഡോറാണ്. കിച്ചൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പോകാൻ എളുപ്പത്തിന് കിച്ചണോട് ചേർന്ന് തന്നെയായിരിക്കും അതിൻ്റെ പൊസിഷൻസ് നൽകാറുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ വർക്കിംഗ് കിച്ചണാണ്. സെയിം ടൈൽ പാറ്റേൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കിച്ചൻ്റെ കബോർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ ഫിനിഷ് കബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരാം. സെമി സ്പൈറലായിട്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ പണിതിരിക്കുന്നത്. കോൺക്രീറ്റ് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ വുഡൻ ത്രെഡുകൾ നൽകിയിരിക്കുകയാണ്. ഇതെല്ലാം മരമാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇതേപോലെ മരം നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്ത് മുകൾ ഭാഗത്തും ഇതേപോലെ മരം നൽകിയിരിക്കുന്നു. ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നൽകിയിരിക്കുന്ന സ്റ്റഡുകൾ നോക്കൂ. ഇതേപോലെ ഒരു 4 സ്റ്റെപ്പുകൾ കഴിയുമ്പോഴാണ് ഈ ഒരു ടഫൻഡ് ഗ്ലാസ് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്പൈറൽ സ്റ്റെയർ കേസ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ഹാൻഡ് റെയിൽ ഇവിടെയും നൽകേണ്ടതായിട്ട് വരും. ഇവിടെ 2 ഭാഗത്തും ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പർഗോള നൽകിയിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൂടെ നല്ല രീതിയിൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്നുണ്ട്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 അടിയോളം ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെയറിൽ കയറി വരുന്ന ഭാഗത്ത് ഒരു പാസേജ് സ്പേസ് ആണുള്ളത്. അത് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റിന് ആവശ്യമായിട്ട് വാള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TV വെച്ചിട്ടില്ല. അപ്സ്റ്റെയർ സ്പേസിൽ ഇവിടെ ഇതേപോലെ ലാമിനേറ്റിൽ ഗ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വെനീർ ലാമിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിന് മുകളിൽ വെനീർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സോഫ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്.
ഇതേപോലെ കേർട്ടൻസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാ എൻ്റെ നേരെ മുമ്പിൽ ഈ കാണുന്ന ഭാഗത്താണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് അപ്സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 5 മീറ്ററിന് മുകളിൽ ഇവിടെ ബെഡ്റൂം ലെങ്ത് വരുന്നുണ്ട്. 3.9 മീറ്റർ ഇവിടെ വിഡ്ത്തും വരുന്നുണ്ട്. കിങ് സൈസിൽ വരുന്നൊരു കട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡായിട്ട് നൽകിയിരിക്കുന്നത് കുഷൻ കവേർഡ് ആയിട്ടാണ്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ്. ടെക്സ്ചർ പെയിൻറ്റിൽ ഇതേപോലെ ഗ്രൂസ് നൽകിയിട്ട് അതിനിടയിൽ ബ്ലാക്ക് പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇവിടെ കർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ സൈഡിൽ നിന്നും നമുക്ക് ഇതേപോലെ കോർണർ വിൻഡോ വരുന്ന ഭാഗമാണ് ഇത്. അവിടെ ഫുള്ളായിട്ട് കർട്ടൻ ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഡോറ് വരുന്നത് ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. ഈ ബെഡ്റൂമിന് ഓപ്പൺ ബാൽക്കണി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ഇതൊരു മീഡിയം സൈസ് വരുന്ന ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.50 ഇവിടെ വീതി വരുന്നത്, 3.60 നീളം വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കട്ടിലുകളും ഹെഡ് ബോർഡ് ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ബാക്ക് വാളായിട്ട് ചെയ്തിരിക്കുന്നത് ഭിത്തിയിൽ മൾട്ടിവുഡ് പീസുകൾ ഒട്ടിച്ചിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. PU പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു കോർണർ വിൻഡോ വരുന്നുണ്ട്. ആ ഒരു ഷേപ്പിൽ തന്നെ കർട്ടൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾ ആർട്ട് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് യൂണിറ്റും അതിൻ്റെ മിറർ യൂണിറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് സിമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. പക്ഷേ അതിനൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു സീലിങ്ങിനെ ഒരു നല്ല ലുക്കുള്ള സീലിങ്ങിലേക്ക് മാറ്റാൻ ചെറിയൊരു എലമെൻറ്റിന് പോലും സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ സീലിംഗ് കണ്ടാൽ മനസ്സിലാവും. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലവേഷനിൽ വലിയൊരു റോള് വഹിക്കുന്ന ഭാഗമാണ് വീടിൻ്റെ ബാൽക്കണി സ്പേസ്. ബാൽക്കണി നമുക്കൊന്ന് കാണാം. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ് ഈ വീടിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഭാവിയിൽ നമുക്ക് പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഔട്ട്സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിൽ വലിയൊരു ഏരിയ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രില്ലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഹൗസ് ഓണർ നംഷിദ് ഖ നമ്മളോടൊപ്പം ഉണ്ട്. നംഷിദ് ഖ, എന്തെല്ലാം വിശേഷം? ഈ വീട് നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നിങ്ങളിവിടെ താമസം തുടങ്ങി. ആലം ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് അവരെ കാണുന്നതും അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി നമ്മളെ മാഹിയിലുള്ള ഒരു അനീഫ് ഖാൻ എന്ന് പറഞ്ഞൊരു ഇവരൊരു ക്ലയൻസ് ഉണ്ടായിരുന്നു. അവരും ജസ്റ്റ് ആ വീട് കണ്ടിട്ടാണ് ജസ്റ്റ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവിടുന്ന് ഈ പറയുന്ന വീട് മൈ ബെറ്റർ ഹോമിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടോ? കാണാത്ത ആളുകൾക്ക് ആ വർക്ക് എടുത്ത് കാണാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടാണ് അല്ലേ? ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട്. അങ്ങനെ ഇവരെ നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ ഉണ്ടാവും, റിക്വയർമെന്റുകൾ ഉണ്ടാവും, നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സമീപനം, വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രൊഫഷണലിസം, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇവരെ ആക്ച്വലി അത് ഒരു സ്ട്രക്ചർ ആയതിനു ശേഷമാണ് കണ്ടുമുട്ടുന്നത്. സ്ട്രക്ചർ അതെ സ്ട്രക്ചർ വേറെ ഒരു ടീംസിന് കൊടുത്തിരുന്നു. അതിന് ശേഷമായിരുന്നു പിന്നെ എൻ്റെ കൺസെപ്റ്റിലല്ല അത് വന്നത്. അപ്പോൾ കുറേ മാറ്റങ്ങൾ വേണം. അപ്പോൾ ഞാൻ അവരെ ഒഴിവാക്കി പിന്നെ ഇവരെ ആയിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ മാഷാ അല്ലാഹ് എൻ്റെതായ രീതിയിൽ എല്ലാ മാറ്റങ്ങളും ഇവർ മാറ്റി തന്നു. ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമറാണ് ശരിക്കും പറയുകയാണ്, വീട് വെച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സേവനം സർവീസ് തന്ന ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനം എന്നുള്ള രീതിയിൽ അവരുടെ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ്? മാഷാ അല്ലാഹ് 100% സാറ്റിസ്ഫൈഡ് ആണ്. അൽഹംദുലില്ലാഹ്. നമ്മളതായ രീതിയിലുള്ള നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയ ആ രീതിയിൽ മൂപ്പറ മാറ്റിയിട്ടു ആ കൺസെപ്റ്റിൽ അത് കൊണ്ടുവന്നു. പണി നടക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്മിലുള്ള ആ ഒരു റാപ്പോയാണ് കൃത്യമായിട്ട് കിട്ടേണ്ടത്. അതേ സമയത്ത് വർക്ക് നടക്കുന്ന സമയത്ത് ജോലിക്കാരും കൂടി ഇതിനകത്തേക്ക് വരും. അപ്പൊ അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇവർ പെർഫെക്റ്റ് ആയിരുന്നു. മൂപ്പര് നല്ല രീതിയിൽ ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് വർക്കേഴ്സിന് നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്. ഞങ്ങളോട് പറയേണ്ടത് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. ബാക്കിയൊക്കെ വർക്കേഴ്സിന് ഞാൻ ഡയറക്റ്റ് നമ്പർ പാസ് ചെയ്യലാണ്. അപ്പോൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ.
ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ അവസരം തന്നതിന് നന്ദി. താങ്ക് യു. ജസാക്കല്ലാ. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് കണ്ണൂർ ചൊക്ലിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ആലം ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ആർക്കിടെക്റ്റ് നിസാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മഞ്ചേരി ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഓഫീസ് വരുന്നത്. വളരെ യങ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആൻഡ് ആർക്കിടെക്റ്റ് ആണ് ആർക്കിടെക്റ്റ് നിസാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ, ഓഫീസ് നമ്പർ, കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ, അങ്ങനെ അവരിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കും. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ നൽകുന്നുണ്ട്. അവരുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ, അവരുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്, പ്രൊജക്റ്റുകളുടെ ഡിസൈൻസ്, ഇൻറ്റീരിയർ ഡിസൈൻസ്, അവർ ചെയ്ത വർക്കുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. അവർ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരച്ച് കൺസ്ട്രക്ഷൻ ചെയ്തു തരും. ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് സൂപ്പർവിഷൻ, നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനും അതിൻ്റെ സൂപ്പർവിഷനും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇൻറ്റീരിയർ കോൺട്രാക്റ്റിംഗ്, നമ്മുടെ സൈറ്റിൽ വന്ന് ഉത്തരവാദിത്തത്തോടുകൂടെ ഇൻറ്റീരിയർ വർക്കുകൾ ഫിനിഷ് ചെയ്തു തരും. ഈ ഒരു വർക്കുകളെല്ലാം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് അവരെ ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീട് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള വീടുകളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ